ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഏറ്റെടുക്കുമെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായുള്ള നടപടികൾ ഉടൻ തന്നെയുണ്ടാകും. ആണവായുധങ്ങൾ സംഭരിക്കില്ലെന്ന് ഇറാൻ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ഏറ്റെടുക്കുന്ന യുറേനിയം അമേരിക്കയിലെത്തിച്ച് നശിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ട്രംപ് അറിയിച്ചു. You said last week that the U.S. would go in and dig out the buried nuclear material in with them. With them. Right. Did Iran actually agree to that? Well, it depends on what day you're talking about. They did agree, and then sometimes they agreed. Well, that's what I'm saying. That's one of the things we talk about. It's very overrated. I'm the one that overrated it. I thought, to me, it was important. To other people, it's not important. വിവരങ്ങളുമായി ഐസൻ ജോസാണ് ചേരുന്നത്. ഐസൻ, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഏറ്റെടുക്കുമെന്നാണല്ലോ ട്രംപ് പറയുന്നത്. അപ്പോൾ ഇത് സ്വമേധയാ നൽകാൻ ഇറാൻ തയ്യാറാകുമെന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? അതിന് തീർച്ചയായും ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നത്. അക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ട്രംപ് സൂചിപ്പിച്ചിരുന്നു 450 കിലോയോളം വരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിൽ എത്തിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിതമായ ഇടങ്ങളിൽ എത്തിച്ച് അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അവ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന നിലപാടാണ് അറിയിച്ചത്. അത് മറ്റേതെങ്കിലും ഇടത്ത് എത്തിക്കുന്നു എന്ന ഒരു സൂചനയായിരുന്നു നേരത്തെ നൽകിയതെങ്കിൽ, അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടത്തോ എത്തിക്കുന്നു എന്നൊരു സൂചനയാണ് നൽകുന്നതെങ്കിൽ ഇന്ന് വളരെ കൃത്യമായൊരു നിലപാടാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അത് US കൊണ്ടുവരും, അത് ഇറാന്റെ സഹകരണത്തോടെ തന്നെ കൊണ്ടുവരുമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ആണവായുധ വിഷയമാണ് ഇറാൻ US ചർച്ചകളിൽ വലിയ ഒരു സംഘർഷമായി നിലനിന്നിരുന്നത്. ആ സംഘർഷം നിലനിന്നിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള ധാരണകളിലേക്ക് ഇറാൻ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ആണവ ശേഖരം അമേരിക്കയിൽ എത്തിച്ച് നശിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിന് ഏതാണ്ട് അനുകൂല നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നത്. അതുപോലെ തന്നെ മറ്റൊരു നിർണായക നിലപാടും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തിയത് ഈ ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി സംഭരിക്കുകയോ ചെയ്യില്ല എന്ന ഉറച്ച നിലപാട് എടുത്തിരുന്നു നേരത്തെ എന്നതും ഒരു നിർണായകമായ ഘടകമാണ്. ഇത്തരത്തിൽ ആണവായുധം സംബന്ധിച്ചൊരു അന്തിമ ധാരണയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. ഇത് സ്വാഭാവികമായും ഒരു അന്തിമ ധാരണയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നതിനുള്ള സൂചനയാണ് നൽകുന്നതെങ്കിൽ കൂടി ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ചില സംഘർഷങ്ങൾ അതിനെ പ്രതികൂലമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ സഹകരണത്തോടെ തന്നെ അല്ലെങ്കിൽ ഇറാന്റെ അനുമതിയോടെ തന്നെ അത് ഇറാനിൽ നിന്നും സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാമോളം യുറേനിയം ഏറ്റെടുത്ത് അത് അമേരിക്കയിൽ എത്തിച്ച് നശിപ്പിക്കുമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്.